വെളിച്ചവും ഇരുളും ആരാ ഉണ്ടാക്കി? परमेश्वर ने। जो है अंधकार और उजाला दोनों परमेश्वर ने ही बनाया है, അല്ലേ? പക്ഷെ നമ്മൾ ഇരുട്ടെന്ന് പറയുമ്പോൾ ആരെയാ ചിന്തിക്കുന്നത്? पर जब हमारे सामने अंधकार कहा जाता है, हम किसके बारे में सोचते हैं? പിശാചിനെ. शैतान के बारे में सोचते हैं। അപ്പൊ പിശാചിന് പോലൊരു അഡ്രസ് ഇല്ല. तो शैतान को भी अपना खुद का एक पता नहीं है। ദൈവം പറഞ്ഞ് ഇരുട്ട് ബേസിലാണ് പുള്ളി നിൽക്കുന്നത്. और जो परमेश्वर ने अंधकार बनाई उसके पता के अधीन में वो कार्य कर रहा है, ഇരുട്ടിന്റെ അധികാരി എന്നാ പറയുന്നത്. और उसे अंधकार का अधिकारी പുള്ളി बुलाया അത് जाता ഫേക്ക് ആയിട്ട് എടുത്തതാ. है। उसने अपना झूठा नाम ले ബൈബിള് लिया। പഠിച്ച ഇരുട്ടിന്റെ അധികാരി ദൈവം തന്നെ. और बाइबल में अगर हम पढ़े तो अंधकार का अधिकारी भी परमेश्वर ही है, പുള്ളിക്ക് കൊടുത്ത ടാഗ് ലൈനാണ് ഇരുട്ടിന്റെ അധികാരി. और उसको केवल एक नाम दिया गया, वो अंधकार का अधिकारी। ഉടമസ്ഥൻ എന്നല്ല, वो उसका मालिक नहीं है। आमीन। ഒന്നിന്റെ ഉടമസ്ഥനല്ല പിശാച്. शैतान किसी भी बात का मालिक नहीं है, ദൈവമാണ് എല്ലാത്തിന്റെ ഉടമസ്ഥൻ. सबका मालिक परमेश्वर है। യേശു കർത്താവ് കൽവറിയിൽ തന്റെ പ്രാണനെ വിട്ടപ്പോൾ പ്രകാശം ഉണ്ടായിരുന്ന ഇരുളുണ്ടായിരുന്നു. जब यीशु मसीह ने कलवरी पर अपने जो है आत्मा को समर्पित कर दिया, तब वहां पर उजाला हुआ था या अंधकार हुआ था? ഒരു നിമിഷത്തേക്ക് സൂര്യൻ ഇരുണ്ടുപോയി. वचन कहता है कि एक क्षण के लिए सूर्य पूरे जो है ढक गया था, अंधकार से भर गया था, ഇരുട്ടിലായി. दुनिया पूरे अंधकार के अधीन में आ गया എന്ന് था। പറഞ്ഞാൽ ഒരു ഏറ അവസാനിപ്പിച്ച് അടുത്ത ഏറ തുടങ്ങിയത് ഇരുട്ടിലാണ്. उसका मतलब अंधकार के द्वारा एक जमाने का अंत हुआ, अगले जमाने का खुलासा हुआ। आमीन। ചില ഇരുട്ടുകൾ നിന്റെ പുതിയ തുടക്കമാണ്. कुछ अंधकार आपके नए शुरुआत है। आमीन। നിന്റെ ലൈഫിലെ ചില ഇരുട്ടുകൾ അടുത്ത അധ്യായത്തിന്റെ തുടക്കമാണ്. हाँ, कुछ अंधकार आपके जिंदगी के नए अध्याय का शुरुआत है। ചില ഇരുട്ടുകൾ ഇന്ന് പകലിൽ പുതിയ അധ്യായമായി ഓപ്പൺ ആകുക. आज कुछ अंधकार नए अध्याय बनकर खुल रहे हैं आपके लिए। ആമേൻ, आमीन। ആമേൻ. आमीन। പൗലോസ് ഇരുട്ടിലായപ്പോഴാ അഭിഷക്തനായ. और जब पौलुस अंधकार में था तभी वो अभिषेक दास बन गया। ആമേൻ. यस। ഒരു മിനിറ്റ് അവന്റെ കണ്ണ് മിന്നിപ്പോയി. एक मिनट के लिए वो अंधा हो गया। അപ്പൊ ഒരു നിമിഷത്തേക്ക് ഇവന് മൊത്തം ഇരുട്ടാ. तो एक मिनट के लिए उसे सब अंधकार दिखाई दे रहा, ഇപ്പുറത്ത് ഒരു കൂട്ടം വെളിച്ചത്തില, पर अभी एक झुंड ज्योति में അവൻ है, ഇരുട്ടില്ല. पर वो अंधकार में है। വെളിച്ചത്തിൽ നിന്നവർ ചേഞ്ച് ആയില്ല. जो उजाला में थे वो बदले नहीं, പക്ഷെ ഇരുട്ട് കണ്ടവൻ पर जिसने अंधकार देखा പുതുക്കപ്പെട്ട പുറത്തു वो വരും. नएपन में बाहर आया। हालेलुया। നിന്റെ ജീവിതത്തിലെ ഇരുട്ട് നിന്നെ പുതുക്കാനുള്ളതാണ്. आपके जिंदगी का अंधकार आपको नया बनाने के लिए അത് है। പലർക്കും പിടികിട്ടത്തില്ല. वो कुछ और लोगों को समझ में नहीं അതിനെ आएगा, തെറ്റായി വ്യാഖ്യാനിക്കും. वो उसे गलत अर्थ में लेते പക്ഷെ हैं, ദൈവം അതിനെ നിന്റെ വിജയമായി എഴുതും. पर परमेश्वर वो तुम्हारा विजय में लिख देगा। हालेलुया। അതുകൊണ്ട് അയ്യോ പറഞ്ഞു, ദൈവം നന്മ വന്നാലും തിന്മ വന്നാലും ഞാൻ സ്വീകരിക്കും. इसलिए आयुब ने कहा कि परमेश्वर मुझे अच्छी चीज दे, बुरी चीज दे, मैं उसके नाम की महिमा करूंगा। ഇരുട്ടിലാണെങ്കിൽ നിക്ഷേപമുണ്ട്. अगर अंधकार में है तो वहां पर गुप्त धन है। ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കാം, यहाँ बैठे आपसे मैं पूछता हूँ, എന്തെങ്കിലും പ്രതിസന്ധി കൂടെ പോകാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിക്കും. ऐसा कोई है यहाँ पर जो कभी एक दिक्कत से नहीं गुजरा? ऐसा कोई है तो अपना हाथ उठाए। എല്ലാം പെർഫെക്റ്റ് അല്ലായിരുന്നു യേശുവിന്. यीशु के लिए सब कुछ सिद्ध था, പാപം ചെയ്യത്തില്ല, पाप नहीं करता है, പരിശുദ്ധൻ, पवित्र है, രാജാതി രാജാവ്, राजाओं का राजा है, കർത്താതി കർത്താവ്. प्रभुओं का प्रभु है। പോയില്ലേ പ്രതിസന്ധി കൂടെ? वो क्या दिक्कतों से नहीं गुजरा? हाँ या नहीं? പക്ഷേ താൻ കടന്നുപോയ പ്രതിസന്ധികളല്ലേ ഏറ്റവും വലിയ ജയമായി മാറിയത്. पर वो जिस दिक्कतों से गुजरे उसी ने श्रेष्ठ विजयों को वहां उत्पन्न किया। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജയിച്ചത് അനുഗ്രഹത്തിലല്ല, നിങ്ങളുടെ आमीन। आप आपकी जिंदगी में सबसे ज्यादा तब जीते जब आप आशीष में थे, तभी नहीं, पर जब आप सबसे ज्यादा विरोध को अनुभव कर रहे थे। അനുഗ്രഹം കിട്ടിയപ്പോഴാണോ അതോ വെല്ലുവിളി അതിജീവിച്ചപ്പോഴാണോ? और आप कब सामर्थ बने? जब आप ज्यादा आशीषित हुए थे तभी, या आप कुछ चुनौतियों को पार कर विजयी होकर बाहर आए? ആമേൻ. आमीन।
നമ്മൾ വെല്ലുവിളികൾ അനുഭവിക്കുമ്പോഴാ കരുത്തരാകുന്നു. हम जब चुनौतियों का सामना करते हैं तभी हम सामर्थ्य बनते हैं. ഒരു കാര്യം മനസ്സിലാക്കുക, एक बात समझ लीजिए, യേശു വെല്ലുവിളി അനുഭവിച്ചപ്പോൾ जब यीशु ने विरोधपन को अनुभव किया ഓ ലോകം ശക്തി പ്രാപിക്കുക, तब दुनिया सामर्थ्य पा रही തന്റെ थी, മക്കൾ ശക്തി പ്രാപിക്കുക. उसके बच्चे सामर्थ्य पा रहे थे. आमेन. आमेन. അതെങ്ങനെയാണെന്നറിയോ? कैसा है पता है? യേശു ശരീരത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ और जब यीशु शरीर में जो है उस पीड़ा को अनुभव कर रहा था, അവന്റെ അകത്തിരിക്കുന്ന ജീവൻ കരുത്തു പ്രാപിക്കുക. उसके अंदर का जीवन सामर्थ्य बन रहा ആ है. ജീവൻ ആരാ? वो जीवन कौन है? ഞാൻ നീ. आप और मैं है. യേശു നമ്മളെ വഹിച്ചത് എവിടാ? यीशु हमको कहाँ ले चल रहा था? उसके अंदर ले चल रहा था. आमेन. അതോ ആ മനുഷ്യരീരത്തിലാണോ? तो क्या वो मिट्टी के शरीर में ले चल रहा था? ശരീരത്തിൽ നമ്മുടെ അകൃത്യമാ വഹിച്ചത്, मिट्टी के शरीर में वो हमारे अपराधों को ले चल रहा നമ്മുടെ था, പാപമാ വഹിച്ചത്. हमारे पाप को ले चल रहा था, ആത്മാവിൽ നമ്മളെയാ पर वो വഹിച്ചത്. आत्मा में हमें ले चल रहा था. ജഡത്തിൽ അടികൊണ്ടപ്പോ उसके शरीर में जब उसने कोड़े खाए, പാപത്തിന് അടികൊണ്ടു. पाप को मार लग रहा था. ജഡം മുറിഞ്ഞപ്പോ जब उसका शरीर कटा, അകൃത്യത്തിനാ മുറിവേറ്റ. अपराध कट रहा था. എനിക്ക് മുറിവേറ്റില്ല, मुझे नहीं कटा, मुझे जो ഞാൻ नहीं लगा, തകർന്നില്ല, मैं नहीं तबाह हुआ, ഞാൻ അവിടെ ജീവൻ വെക്കുകയാ, मैं वहां जीवन प्राप्त कर रहा ഞാൻ था, അവിടെ ബലം പ്രാപിക്കുകയാ. मैं वहां बल प्राप्त कर रहा था. എന്റെ ഹിസ്റ്ററി അവിടെ എഴുതുക. मेरी इतिहास वहां लिखी जा रही थी.